അതുകൊണ്ട് തന്നെ മഹല്ലുകൾ നിങ്ങൾ പരിശോധിക്കണം. കെട്ടിക്കിടക്കുന്ന തലാഖിന്റെ പ്രശ്നങ്ങൾ എത്രയാണ്. സുബ്ഹാനല്ലാഹ്. കമ്മിറ്റി പരിപാലക സമിതികളുമായിട്ട് നിങ്ങൾ ബന്ധപ്പെടും. ചിലർ തലാഖിന്റെ വിഷയങ്ങൾ മഹല്ലുമായി കേന്ദ്രീകരിക്കില്ല, അവർ തന്നെ അത് പ്രശ്നത്തിലാക്കി പ്രശ്നങ്ങൾ അങ്ങനെ പോവാണ്. സുബ്ഹാനല്ലാഹ്. എവിടെയാണ് എത്തിച്ചേരുന്നത്? എന്താണ് ഇതിന്റെ ആത്യന്തികമായ വിഷയം? വിഷയം തന്നെയാണ് അകൽച്ച ഉണ്ടാവുകയാണ്. എങ്ങനെയാണ് ഈ അകൽച്ച ഉണ്ടായത്? അവരുടേതാകുന്ന ശരീരത്തിൻ്റെതാകുന്ന സൗന്ദര്യക്കുറവ്. എങ്ങനെയാണത് കുറഞ്ഞു വന്നത്? മുമ്പ് കാലങ്ങളിൽ നേരത്തെ നല്ല വൃത്തിക്കും ശുദ്ധിക്കും നടന്നിരുന്നവൻ ഇന്ന് ആ വൃത്തിയും ശുദ്ധിയും പാലിക്കാതെ നമ്മൾ തിരക്കാണ്. പകല് മുഴുവൻ ജോലി ചെയ്ത് നല്ല ദുർഗന്ധത്തോടുകൂടി വിയർപ്പിൻ്റെതാകുന്ന ബനിയനും ഡ്രസ്സും ഇട്ട് കുളിക്കാതെ പോയി കിടക്കാൻ എങ്ങനെ സമാധാനവും സന്തോഷവും വരും? നല്ല സന്തോഷവും റാഹത്തും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അത് വലിയൊരു ഘടകമാണ്, വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഘടകമാണ്. ഭാര്യമാരും അത് ശ്രദ്ധിക്കണം. നിങ്ങൾ ഈ അടുക്കളയിൽ ജോലി ചെയ്ത ഡ്രസ്സ് ഇട്ടുകൊണ്ട് നേരെ കിടപ്പറയിലേക്ക് വരാതെ നല്ല വസ്ത്രം ധരിച്ചിട്ട് വരും. അവിടെയല്ലേ അണിഞ്ഞൊരുങ്ങേണ്ടത്? ഭർത്താവിന്റെ മുന്നിൽ അണിഞ്ഞൊരുങ്ങി ആ സന്തോഷം അങ്ങനെ തന്നെ നിലനിൽക്കട്ടെ. അങ്ങനെ ചെയ്തു നോക്കേൻ. 60 കഴിഞ്ഞാലും വളരെ റാഹത്താണ്. ആരാണ് നിങ്ങളെ മാറ്റിക്കടത്താൻ പറഞ്ഞത്? ഇന്ന് കുടുംബ ബന്ധങ്ങൾ വിച്ഛേദിക്കപ്പെടാൻ കാരണം തന്നെ 2 കൊല്ലം കഴിയുമ്പോൾ ഭർത്താവ് കട്ടിൽ തന്നെ തിരിഞ്ഞെടുക്കാൻ തെക്കോട്ടും വടക്കോട്ടും. 10 കൊല്ലം കഴിയുമ്പോൾ 2 കട്ടിലായി ഒരു റൂമിൽ. ഇതൊക്കെ ആരാണ് ഇട്ടുകൊടുത്തത്? 2 കട്ടിലാണ്. മൂപ്പർക്ക് ക്ഷീണം പിടിച്ച് ഒരു സൈഡിൽ കിടക്കുന്നു, ഭാര്യ അപ്പുറത്ത് നിന്ന് മാറി കിടക്കുന്നു. 20 കൊല്ലം കഴിയുമ്പോൾ ഭാര്യ അപ്പുറത്തെ റൂമിലും ഭർത്താവ് ഇപ്പുറത്തെ റൂമിലും. 40 കൊല്ലം അപ്പുറത്തേക്ക് പോകണ്ട. വാപ്പ എവിടെ? വാപ്പ മൂത്തവന്റെ വീട്ടിൽ, ഉമ്മയോ ഉമ്മ ഇളയവളുടെ വീട്ടിൽ. ഉമ്മായും വാപ്പയും വേറെ വേറെ വീട്ടിലെ. ആരാ ഇങ്ങനെ മാറ്റിക്കിടത്തി? ആരെങ്കിലും മാറ്റിക്കിടത്തിയത്? തങ്ങളുടെ ജീവിതം പഠിക്കണേ. 63-ാമത്തെ വയസ്സിലാണ് പ്രവാചകൻ വഫാത്താകുന്നത്. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇദാ സല്ലൽ അസ്റ ദവറ അലാ നിസാഇഹി, എല്ലാ ദിവസവും അസ്ർ നിസ്കരിച്ചു കഴിഞ്ഞാൽ ഭാര്യമാരുടെ അടുക്കലേക്ക് പോകുമായിരുന്നു. ഹദീസിൽ കാണാം, ഹദീസ് പരിശോധിക്കണേ. എല്ലാ ദിവസവും അസ്ർ നിസ്കരിച്ച് കഴിഞ്ഞാൽ അടുത്തടുത്ത വീട്, പക്ഷെ അങ്ങോട്ട് പോകും. നമുക്ക് അടുത്ത് തന്നെയാ വീട്. പള്ളിയിൽ നിന്ന് ഇങ്ങോട്ട് വന്നതിന് വലിയ ദൂരമില്ലല്ലോ. വീട്ടിൽ നിന്നാണ് ഇങ്ങോട്ട് വന്നേക്കുന്നത്. വേറെ വീട്ടിലോട്ടൊന്നും പോകണ്ട. ആകെ ഒരു ഭാര്യയേ ഉള്ളൂ. അവരുടെ തന്നെ മാന്യമായിട്ടില്ല. വീട്ടിൽ ചെന്നാൽ ഇത് തന്നെ, ഇതും മുതലുള്ള തോണ്ടല് അപ്പൊ അവളും തുടങ്ങി ഇപ്പുറത്ത് മാറിയിരുന്ന തോണ്ടായി. അവസാനം അത് കാര്യമായ തോണ്ടലായി. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഏറ്റവും വലിയ പ്രശ്നമാണ് ഇത് മൊബൈൽ. ഇപ്പൊ കണ്ട ഒരു പെൺകുട്ടി, ഒരു ചെറിയ മകൾ, 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മകള് തൃശ്ശൂർ ജില്ലയിൽ കണ്ടില്ലേ നിങ്ങൾ, മരണപ്പെട്ടു പോയി. മൊബൈലിന്റെ ഉപയോഗം വലിയ വിഷയമാണ്. കുട്ടികൾക്ക് കൊടുക്കുന്നത് അമിതമാകരുത്, വളരെ ശ്രദ്ധിക്കണം. അല്ലാഹു നമ്മുടെ മക്കളെ കാത്തു സംരക്ഷിക്കട്ടെ. ആ കുടുംബത്തിന് അല്ലാഹു സമാധാനം നൽകട്ടെ. ഏത് മതത്തിൽപ്പെട്ടു എന്നുള്ളതല്ല, അത്തരത്തിലുള്ള കുട്ടികളുടെ മരണം എപ്പോഴും നമുക്ക് വല്ലാത്ത ദുഃഖം പകരുന്നതാണ്. അല്ലാഹു കുടുംബത്തിന് സമാധാനം കൊടുക്കുമാറാവട്ടെ, ശാന്തി കൊടുക്കുമാറാവട്ടെ, ഖൈറായ പകരക്കാരെ അല്ലാഹു നസീബാക്കട്ടെ. നോക്കൂ, നിങ്ങൾ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പൊന്നുമോൾ, ആ പൊന്നുമോൾ വീട്ടിൽ മുത്തച്ഛിയുണ്ട്, അവരുടേതാകുന്ന വല്യമ്മച്ചി അമ്മച്ചി കണ്ടുണ്ട്. അവർ മാത്രമേ ഉള്ളൂ, അച്ഛനോ അമ്മയൊന്നും ആ സമയത്തില്ല. മൊബൈൽ ഫോൺ ജസ്റ്റ് ഒന്ന് ഉപയോഗിച്ചതാണ്. എന്ത് സംഭവിച്ചുവോ? വലിയൊരു നടുക്കം, വല്ലാത്തൊരു ശബ്ദം കേട്ട് അയൽവാസികൾ വന്ന് നോക്കുമ്പോൾ വല്ലാതെ ഭയന്നുപോയി. ആ കുട്ടിയുടെ മുഖമാകെ വല്ലാതെ വികൃതമായിരുന്നു. സഹോദരങ്ങളെ, പൊട്ടിത്തെറിച്ചതാണ്. എന്താണ് സംഭവിച്ചത്? ഫോണിലുള്ളതാകുന്ന രാസവസ്തുക്കൾ ആ കുട്ടിയുടെ മുഖത്തേക്ക് വല്ലാതെ പൊട്ടിത്തെറിച്ച് വലിയ അപകടം പടഞ്ഞു. കുട്ടി സെക്കൻഡിനുള്ളിൽ തന്നെ മരണത്തിലേക്ക് നയിച്ചു. മൊബൈലിന്റെ ഉപയോഗം ചൂട് കൂടുമ്പോൾ വലിയ പ്രയാസം. 4, 5, 6, 7, 8 മണിക്കൂറൊക്കെ മൊബൈൽ ഉപയോഗിക്കുന്ന മക്കളുണ്ട് നമ്മുടെ മക്കൾ. അതില്ലാതെ പറ്റൂല. ഉമ്മാക്കും വാപ്പാക്കും നല്ല സുഖമാണ്. ഇതങ്ങോട്ട് കൊടുത്തിട്ട് റായത്തായിട്ട് എങ്ങോട്ടെങ്കിലും തിരിഞ്ഞ് അവർക്ക് സുഖം. അവർക്ക് മൊബൈലുമ്മ തോണ്ടിയിരിക്കണമെന്നുണ്ടെങ്കിൽ ഒരു മൊബൈൽ മക്കൾക്ക് കൊടുക്കണം. ആദ്യം വാപ്പ തന്നെ അല്പം കൊടുക്കുമായിരുന്നു. ഇപ്പൊ വാപ്പാക്ക് ഇഷ്ടം പോലെ പരിപാടി കാണാനുണ്ട്. ഹണിറോസ് ഏത് കളയിലായിരുന്നു ഉദ്ഘാടിച്ചെന്ന് വാപ്പാക്ക് നോക്കാണ്ട്. അതുകൊണ്ട് വാപ്പ മൊബൈലിനെ കൊടുക്കൂല. വാപ്പാക്ക് ഇത് കാണണം. അതുകൊണ്ട് വാപ്പ വേറെ മൊബൈൽ അവർക്ക് വാങ്ങിച്ചു കൊടുത്തു. വാപ്പ ഈ വഴിക്കിരുന്ന് തോണ്ടുന്നു, ഉമ്മ അപ്പുറത്തിരുന്നിട്ട് അടുക്കളയിരുന്ന് വേറെ തോണ്ട്. മൊത്തത്തിൽ ആകെ തോണ്ടൽ മത്സരം. അങ്ങനെ മകൾ ഫസ്റ്റ് പ്രൈസ് വാങ്ങിച്ചു, വേറൊരുത്തിനുമായിട്ട് ഒളിച്ചോടി. അപ്പോൾ ഉണ്ട് ഉസ്താദിനെ വിളിച്ചിട്ട്, ഉസ്താദ് ദ്വാരക്കാൻ പറ, എന്റെ വീട്ടിൽ വല്ലാത്ത പ്രശ്നം. ഭയങ്കര വിഷയമാണ് മൊബൈലിന്റെ ഉപയോഗം. ശ്രദ്ധിക്കണം നിങ്ങൾ. അതിനൊക്കെ ഒരു സമയം നിശ്ചയിക്കും.
ഒരു സമയം നിശ്ചയിക്കും. കൊടുക്കാതെ വിടാൻ പറ്റൂല. ഇന്നത്തെ തലമുറയിൽ അല്പനേരം കൊടുക്കണം, പക്ഷെ അതിനൊരു സമയം നിശ്ചയിക്കും. ഈ കാർട്ടൂണുകളൊക്കെ കുട്ടികളെ കൊണ്ടെത്തിക്കുന്നത് വല്ലാത്തൊരു ലോകത്തിലേക്ക്. തീരെ കൊടുക്കാതെ എന്തായാലും പറ്റൂല. അതിനൊരു സമയം ക്രമീകൃതമാക്കണം. ഇത്ര നേരം, ഒരു 15 മിനിറ്റ്, ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെ കൃത്യമാക്കി കുട്ടികളെ എല്ലാ സ്ഥലത്തേക്കും വിടണം. പുറത്തേക്ക് കളിക്കാൻ വിടണം. അസർ കഴിഞ്ഞ് കുട്ടികളെ കളിക്കാൻ വിടണം. വെറുതെ റൂമിൽ തന്നെ അടച്ചിരുത്താനും പറ്റൂല. ഇപ്പൊ വെയിൽ കൊള്ളാൻ പാടില്ല. നല്ല ശക്തമായ വെയിലാണ്. രാവിലെ 11 മണി മുതൽ 3 മണി വരെ. കാലാവസ്ഥ വ്യതിയാനൊക്കെ അഹ്ലുകാർ തന്നെ അതിനെക്കുറിച്ച് പറയുക. നല്ല ചൂടുണ്ട്, കുട്ടികൾക്ക് സൂര്യാഘാതം ആയിക്കോട്ടെ, ആ സമയത്ത് ഇറക്കണ്ട. ഒരു 5 മണിക്ക് ഇറക്കി 1 മണിക്കൂറെങ്കിലും മക്കളെ ആ സമയത്തുള്ള വെയിൽ കൊള്ളിക്കണം. അത് പല രീതിക്കുമുള്ളതാകുന്ന വളർച്ചയ്ക്ക് നല്ലതാണ്, വിറ്റാമിൻ നല്ലതാണ്. അവർ കളിക്കട്ടെ. ഇത് കുട്ടികളെ പുസ്തകത്താളിലേക്ക് അടച്ചിടുന്ന ഒരു ഭാഗത്ത്, മറ്റൊരു ഭാഗത്ത് ടിവിയും അത്തരത്തിലുള്ളതാകുന്ന സാധനങ്ങൾ നൽകി, ലാപ്ടോപ്പ് കൊടുത്ത് കുട്ടികൾക്ക് ആധുനികമാകുന്ന സൗകര്യങ്ങൾ കൊടുത്ത് റൂമിനുള്ളിൽ തടച്ചിടുന്നതാകുന്ന മറ്റൊരു ലോകം. അത് ഉപയോഗം വല്ലാതെ കൂടി അവസാനം വീട്ടിൽ നിന്ന് റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നത് വലിയ ഗെയിം കളിച്ച് അഡിക്റ്റായി അവൻ അത്തരത്തിലുള്ളതാകുന്ന പ്രവണതയിൽ പുറത്തേക്ക് വരാൻ, ഭക്ഷണം കഴിക്കാൻ പോലും വരാത്ത അവസ്ഥ. എത്ര വീടുകാരാണ് വിളിച്ചിട്ട് സങ്കടം പറയും. എത്ര മാതാപിതാക്കളാണ് നൊമ്പരപ്പെടുന്നത്. മകൻ പുറത്തേക്ക് വരുന്നില്ല, റൂമിനകത്ത് തന്നെയാണ്. ഭക്ഷണം കഴിക്കാൻ വിളിക്കുമ്പോൾ ഉമ്മയോട് ചൊടിക്കും, വല്ലാതെ ദേഷ്യപ്പെടുന്ന മക്കൾ അല്ലേ നമ്മുടെ കുടുംബങ്ങളിലുണ്ട്. അല്ലാഹു കാത്തു സംരക്ഷിക്കട്ടെ. എന്താ കാരണം? അവൻ അത്തരത്തിലുള്ള ഇരുത്തത്തിൽ അവസാനം മറ്റുള്ള കൂട്ടുകാരുമായിട്ട്, ഇപ്പൊ ഇൻസ്റ്റഗ്രാമാണ് ഏറ്റവും ലേറ്റസ്റ്റ്, ചെറുപ്പക്കാരുടെയൊക്കെ അപ്ഡേഷൻ അതാണ്. അതിലൂടെ പ്രണയ ജോഡികളെ തെരഞ്ഞെടുക്കുന്ന തിരക്കിലാണ്. കാസർഗോഡ് ചെന്നപ്പോഴത്തേക്കും അവിടെ പറയുന്നത് കേട്ടു, ഒരുത്തൻ കാസർഗോഡുകാര് സൗദിയിലുള്ള ഒരു പെൺകുട്ടി അടിച്ചുകൊണ്ട് അവിടെ സൗദി കിടക്കുന്ന വേണ്ടി. ഞാൻ ഓർത്തവന് ഉംറ ചെയ്യാനുള്ള ആഗ്രഹം കൊണ്ട്, അതൊന്നുമല്ല, അവളെ കിട്ടാനുള്ള ആഗ്രഹം കൊണ്ടാണ് സൗദിയിലുള്ള ഒരു പെണ്ണിനെ അടിച്ച് ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇൻസ്റ്റഗ്രാമിലൂടെ പ്രണയിച്ച് ഇവിടെ കൊണ്ടുവന്നു. പറയാൻ പേടിയാണ്. കാരണം എന്താ, ഇതുവരെ ഇല്ലാത്തവന്മാർ വരെ ഇപ്പൊ തന്നെ ടൈപ്പ് ചെയ്ത് ഇൻസ്റ്റഗ്രാം വേദന എടുക്കും. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ഒരു വിഷയവും ആനുകാലികം പറയാൻ തന്നെ പേടിയാണ്. കാരണം പറയുമ്പോൾ നമ്മുടെ തലമുറ അത് ദുരുപയോഗം ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. അതിലുള്ള നന്മയുടെ വശം ചെയ്യരുതേ എന്നുള്ള ഭാഗമല്ല എടുക്കുന്നത്, ചെയ്യാൻ വേണ്ടി തുനിയുന്ന ഒരവസ്ഥയാണ്. നഊദു ബില്ലാഹ്, അല്ലാഹു ഞങ്ങളെ നീ കാത്ത് സംരക്ഷിക്കണേ അല്ലാഹ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മൂന്നാമത്തെ കാര്യം, ഈ ദുനിയാവിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാകുന്ന മൂന്നാമത്തെ കാര്യം, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, വഖറത്തു ഐനി ഫിസ്സലാഹ്, നമസ്കാരത്തിൽ കൺകുളിർമയാകലാണ്, നിസ്കാരത്തിൽ കൺകുളിർമയാകലാണെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. പറയാൻ സാധിക്കുമോ മുസ്ലിമേ? നമുക്ക് റമദാൻ പടിവാതിക്കൽ വന്നിട്ട് പോലും അതിന് പോലും ശ്രദ്ധിക്കാത്ത ആളുകളില്ലേ? ആ റമദാൻ വന്നല്ലോ എന്നോർത്തുകൊണ്ട് ദുഃഖിച്ചിരുന്ന മുസ്ലിമീങ്ങളില്ലേ? അത് കഴിഞ്ഞപ്പോൾ സന്തോഷിച്ച ആളുകളില്ലേ? കഴിഞ്ഞല്ലോ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു പോയവരില്ലേ? ഒരിക്കലും പാടില്ല. ആ റമദാനിൽ നീ ചെയ്തു വെച്ചതാകുന്ന നന്മകൾ നിന്റെ ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിക്കണേ. ഫർളായ നമസ്കാരങ്ങൾ റമദാനിൽ നീ ചിട്ടവച്ചവനാണ്. റമദാനിന് ശേഷം അത് നീ കളഞ്ഞു കുളിക്കല്ലേ. ആ റമദാനിൽ നേടിയെടുത്ത ആത്മീയമാകുന്ന നവോന്മേഷം നിന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണേ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മൂന്നാമത്തത്, ഈ ദുനിയാവിൽ നിസ്കാരത്തിൽ കൺകുളിർമയാകലാണ്. പറഞ്ഞത് നിസ്കാരത്തിൽ കൺകുളിർമയാകുക, നല്ല റാഹത്തായിട്ട് നിസ്കരിക്കാന്നാ പറഞ്ഞതിന്റെ അർത്ഥം. വെറുതെ നിസ്കരിക്കാന്നല്ല പറഞ്ഞത്. നിസ്കാരത്തിൽ കൺകുളിർമയാവുക. അല്ലാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകട്ടെ. അത് വേറൊരു സുഖാണ്. അത് കിട്ടിയിട്ടില്ല നമുക്ക് ഇന്ന് വരെ. അത് കിട്ടാത്തത് കൊണ്ടാണ് നമ്മൾ സുന്നത്തുകൾക്കും ഫർദുകൾക്കും ഒന്നും ഒരു ശ്രദ്ധ ചെലുത്താത്തത്. ഫർദ് നിസ്കരിക്കാൻ പോലും നമ്മൾ താല്പര്യം വെക്കാത്തത് ആ ഒരു ഹലാവത്ത്, ആ മാധുര്യം നമ്മൾ നുണയാത്തത് കൊണ്ടാണ്. ഞാൻ ചോദിക്കട്ടെ വളരെ സ്നേഹത്തോടുകൂടി, ആരും കൈ ഉയർത്തണ്ട, നമ്മൾ ഓരോരുത്തരും ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്. റമദാൻ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വിത്തർ 3 റക്അത്ത് നിസ്കരിച്ചു വരുന്നവർ എത്ര പേരുണ്ട്? ആരും കൈ ഉയർത്തണ്ട, മനസ്സിൽ ചിന്തിച്ചാൽ മതി. എത്ര പേരുണ്ട്? വളരെ ചുരുക്കം. മുത്തഅല്ലിമീങ്ങൾ, ഉസ്താദുമാരും പ്രായം ചെന്ന 1-2 ആളുകളും അല്ലാതെ എത്ര പേര് സഹോദര സഹോദരിമാർ അത് ശ്രദ്ധിച്ചു വരുന്നവരുണ്ട്? ആ 3 റക്അത്ത് വിത്തർ നമ്മൾ കളഞ്ഞില്ലേ? റമദാനിൽ നമ്മൾ തുടങ്ങി വെച്ച ദുഹാ നമസ്കാരം നഷ്ടപ്പെടുത്തിയില്ലേ? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മൻ സബ്ബഹ സുബ്ഹത്തൽ ദുഹാ ഹൗലൻ മുഹവ്വലാ കുതിബ ലഹു ബറാഅത്തുൻ മിനൻ നാർ.
സ്വഹാബത്തെ ഒരു വർഷം പരിപൂർണമായി ളുഹാ നമസ്കാരം നിങ്ങൾ നിസ്കരിച്ചുവോ തീർച്ചയായും നരകീയ മോചനമാണ് പറഞ്ഞത് സാദിഖുൽ മസ്ദൂഖാണ് ഹബീബായ നബി തങ്ങളാണ് അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനോട് ഓർമ്മപ്പെടുത്തുകയാണ് ഒരിക്കലും ഒഴിവാക്കല്ലേ മൻ സബ്ബഹ സുബ്ഹത്തൽ ളുഹാ ഹൗലൻ മുഹവ്വലാ ഒരു വർഷം പൂർത്തിയായി ഒരു റമദാൻ മുതൽ അടുത്ത റമദാൻ വരെയെങ്കിലും പരിപൂർണമായി ളുഹാ നമസ്കാരം നിങ്ങൾ നിർവഹിച്ചു കുതിബ ലഹു ബറാഅത്തും മിനന്നാർ നരകീയ മോചനം ഉറപ്പാണ് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി നരകത്തിൽ നിന്നുള്ള മോചനപത്രം കിട്ടും ളുഹാ നമസ്കാരം ഒരു വർഷം കറക്റ്റ് ആക്കി അല്ലാഹു തൗഫീഖ് നൽകട്ടെ മുതഅല്ലിമീങ്ങൾ ശ്രദ്ധിക്കൻ സാധാരണക്കാർ ശ്രദ്ധിക്കൻ ചെറുപ്പക്കാർ ശ്രദ്ധിക്കൻ യുവാക്കൾ യുവതികൾ ശ്രദ്ധിക്കൻ രാവിലെ നമ്മൾ എഴുന്നേറ്റു റാഹത്തായി കുളിച്ചു ഒരുങ്ങി സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പ് 2 റക്അത്ത് നിസ്കാരം അൽഹംദുലില്ലാഹ് യാത്രയുടെ സുന്നത്തിനോടൊപ്പം തന്നെ നിസ്കരിക്കാൻ 2 റക്അത്ത് ഏറ്റവും ചുരുങ്ങിയത് അല്ലാഹു തൗഫീഖ് നൽകട്ടെ ഇനി 8 റക്അത്ത് നിസ്കരിക്കാൻ ഈ രണ്ട് വീതം ആയിക്കോട്ടെ നിസ്കരിക്കാൻ കഴിയുമെങ്കിൽ വേണ്ട ഒരു 2 എങ്കിലും ഏറ്റവും ചുരുങ്ങിയത് നിസ്കരിക്കാൻ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ഖുൽ ഹുവല്ലാഹു ഓതി നിസ്കരിക്കാൻ ഇല്ലെങ്കിൽ വശംസി വൽഹാഹ പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന വല്ലുഹ ഈ 2 സൂറത്ത് ഓതിയിട്ട് നമസ്കരിക്കാൻ സാധിക്കും നമുക്ക് എല്ലാ ദിവസവും ഒന്ന് ചെയ്തു നോക്കി നിങ്ങൾ അല്ലാഹു തൗഫീഖ് നൽകട്ടെ സൂര്യൻ ഉദിച്ച് 4 ദറജ ഒരു ദറജ എന്ന് പറഞ്ഞാൽ 4 മിനിറ്റ് 4 ദറജ എന്ന് പറഞ്ഞാൽ 16 മിനിറ്റ് ഇനി അല്പം സൂക്ഷ്മത പ്രകാരം ഉസ്താദുമാർ പറയും 20 മിനിറ്റ് സൂര്യൻ ഉദിച്ച് ഒരു 20 മിനിറ്റ് കഴിഞ്ഞത് മുതൽക്ക് ളുഹയുടെ സമയം പ്രവേശിച്ചു സുബ്ഹാനല്ലാഹ് നിനക്ക് നിസ്കരിച്ചുകൂടെ സഹോദരിമാരെ നിനക്ക് നിസ്കരിച്ചുകൂടെ സഹോദരങ്ങളെ എല്ലാ ദിവസവും ചെയ്യാൻ പറ്റും ഇതൊക്കെ റമദാനിൽ മിക്കവരും തുടങ്ങി വെച്ചതാണ് അത് വെറുതെ വിട്ടു കളഞ്ഞു രാവിലെ എഴുന്നേറ്റ് ഒരു 9 മണി 10 മണി ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ 2 റക്അത്ത് ഉളൂടുത്ത് നിസ്കരിച്ചിരുന്നത് അപ്പൊ അത് കളഞ്ഞു നമ്മൾ കളയാൻ പാടില്ല ഒരു കൊല്ലം അങ്ങനെ കൊണ്ടുപോകണം ഒരു കൊല്ലം കൊണ്ടുപോയാൽ അൽഹംദുലില്ലാഹ് അതങ്ങ് ദായിമാവും ഒരു കൊല്ലം നിസ്കരിക്കുന്നവന് നരകീയ മോചനം ഹബീബ് മുഹമ്മദ് മുസ്തഫ നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ പതിവിൽപ്പെട്ടതായിരുന്നു ഒരു നമസ്കാരം പ്രവാചകൻ ജീവിതത്തിൽ തുടങ്ങി വെച്ചാൽ അത് വമലൈഹാ ദാവമലൈഹാ അല്ലാഹുവിന്റെ റസൂൽ ആ നമസ്കാരം ജീവിതത്തിൽ നിത്യമാക്കുമേ അല്ലാഹുവിന്റെ റസൂൽ അത് മുടക്കാറില്ല സ്വഹാബത്ത് ഓർമ്മപ്പെടുത്തുകയാണ് പഠിപ്പിക്കുകയാണ് ഒരു നിസ്കാര നിബിധങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ ആ നിസ്കാരം പിന്നെ പ്രവാചകൻ ഒരിക്കലും ഒഴിക്കൂല അങ്ങനെ വേണം അല്ലാഹു തൗഫീഖ് നൽകട്ടെ ഒരുപാട് കൊട്ടപ്പടി ചെയ്യുകയും വേണ്ട ചെയ്യുന്നത് നിത്യമാകണം അഹബ്ബുൽ അഅമാലി ഇലല്ലാഹി അദ്വമുഹാ വഇൻ ഖല്ല അല്ലാഹുക്ക് ഏറ്റവും ഇഷ്ടം കുറച്ചേ ചെയ്യുന്നുള്ളൂ അത് കൃത്യമായി ചെയ്യാം ഫർദ് നിസ്കരിക്കുന്നു അതിനു മുമ്പ് ശേഷമുള്ള സുന്നത്തുകൾ എല്ലാ ദിവസവും തഹജ്ജുദ് 2 റക്അത്ത് ഉണ്ട് ദുഹാ നിസ്കരിക്കുന്നു വിത്ർ നിസ്കരിക്കുന്നു അങ്ങനെയുള്ള സുന്നത്തുകൾ നിസ്കരിക്കുന്നു ആഴ്ചയിൽ ഒരിക്കൽ തസ്ബീഹ് നിസ്കരിക്കുന്നു മാഷാ അല്ലാഹ് ആ നിസ്കാരം മുടക്കണ്ട അതങ്ങനെ നിലനിർത്തി പോകും അല്ലാഹുക്ക് വലിയ ഇഷ്ടമാണ് അല്ലാഹു തൗഫീഖ് നൽകട്ടെ അല്ലാഹുക്ക് വലിയ ഇഷ്ടമാണ് അല്ലാഹു തൗഫീഖ് നൽകട്ടെ ഫർദ് നിസ്കാരങ്ങൾക്ക് മുമ്പും ശേഷമുള്ള സുന്നത്തുകൾ ഒഴിവാക്കരുത് ഭയങ്കര ശ്രേഷ്ഠതയാണ് അല്ലാഹു തൗഫീഖ് നൽകട്ടെ നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന ളുഹർ നമസ്കാരത്തിന് മുമ്പും ളുഹർ നമസ്കാരത്തിന് ശേഷവും 4 റക്അത്ത് വീതം ആരെങ്കിലും ശ്രദ്ധിച്ചാൽ തീർച്ചയായും അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകീയ മോചനം രേഖപ്പെടുത്തുമേ ഹബീബുനാ റസൂലുള്ളാഹി മൻ സല്ലാ ഖബ്ല അൽ-ളുഹ്രി 4 വസല്ലാ ബഅദഹു 4 കുതിബ ലഹു ബറാഅത്തും മിനൻ നാർ ഔ കമാ ഖാല റസൂലുള്ളാഹി ളുഹറിന് മുമ്പ് 4 ളുഹറിന് ശേഷം 4 പരിശുദ്ധമാക്കപ്പെട്ടതായ സുന്നത്ത് നമസ്കാരം ആരൊരുവൻ നിർവഹിച്ചുവോ നരകീയ മോചനമാണ് ഹബീബായ റസൂലുള്ളാഹി ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ചിട്ടയാക്കേണ്ടതാണ്
ഇതൊക്കെ നമ്മൾ റമദാനിൽ തുടങ്ങി വെച്ച ആളുകളുണ്ട്. ഇപ്പോൾ അത് ഒഴിവാക്കി പോകുന്ന ആളുകളുണ്ട്. ഒഴിവാക്കരുതേ എന്ന ഉപദേശമാണ് ഈ സമയത്ത് ഓർമ്മപ്പെടുത്താനുള്ളത്. ഒഴിവാക്കരുത്, അത് നമ്മൾ നിലനിർത്തി പോകണം. എങ്കിലേ അതിൽ ഖൈറുണ്ടാവുള്ളൂ, എങ്കിലേ നമ്മൾ വിജയം വരിക്കുള്ളൂ. നരകീയ മോചനമാണ്. എന്താണ് നരകം? നിസ്സാരമല്ലല്ലോ നരകം. നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തെ സൃഷ്ടിച്ചതിന്റെ രോഗത്തെ പറ്റി ഹബീബായ നബി തങ്ങൾ വർണ്ണിക്കുകയാണ്. ഉഖിദന്നാർ വൽ ഫസനാ ഹത്ത ഹമറത്. നരകത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല 1000 കൊല്ലമാണ് കത്തിക്കുന്നത്. 1000 കൊല്ലമാണ് നരകത്തെ കത്തിക്കാൻ വേണ്ടി അല്ലാഹു ഓർഡറിട്ടിട്ട്. ഹത്ത ഹമറത്, നരകത്തിന്റെ നിറം വല്ലാതെ ചുവന്നു പോയി സഹാബ. സുമ്മ ഉഖിദൽ ഫസനാ, വീണ്ടും 1000 കൊല്ലം കൂടി നരകത്തെ അല്ലാഹു സൃഷ്ടിച്ചു അത്രേ. ഹത്ത ബിയല്ലത്, നരകത്തിന്റെ നിറം വല്ലാതെ വെളുത്തുപോയാണ്. 1000 കൊല്ലം കത്തിച്ച നരകത്തിന്റെ നിറമല്ലാതെ ചുവന്നു തുടുത്തു. വീണ്ടും 1000 കൊല്ലം കൂടി കത്തിച്ച് 2000 കൊല്ലം നിരന്തരമായി കത്തിക്കപ്പെട്ടതിന്റെ കാരണത്താൽ നരകത്തിന്റെ നിറം വല്ലാതെ വെളുത്തുപോയപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് പറഞ്ഞു, മലക്കുകളെ, നരകത്തെ വീണ്ടും നിങ്ങൾ കത്തിക്കണേ. വീണ്ടും 1000 കൊല്ലം കൂടി നരകത്തെ അല്ലാഹു തയ്യാറാക്കുകയാണ്. നഊദു ബില്ലാഹ്. 3000 വർഷം രാവും പകലും അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തെ കത്തിക്കുകയാണ്, നരകത്തെ സൃഷ്ടിക്കുകയാണ്. ആദരവായ പ്രവാചകനെ പറയുകയാണ്, ഹത്ത സവദ്ദത്ത്, ആ നരകത്തിന്റെ നിറം വല്ലാതെ കറുത്തു പോയിട്ടുണ്ട് സഹാബ. വഹിയ സൗദാഉൻ മുളിമാ, ആര് കണ്ടാലും പേടിക്കുന്ന ഭയക്കുന്നതായ വല്ലാത്ത കറുത്തിരുണ്ടതായ നരകമായി നരകത്തെ അല്ലാഹു മാറ്റിക്കളഞ്ഞു അത്രേ. ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? ഈ ദുനിയാവിലെ റബ്ബിനെ മറന്നുകൊണ്ട് നിലകൊള്ളുന്ന നിരീശ്വരവാദികളായ യുക്തിവാദികളായ ആളുകൾ, കള്ളുകുടിച്ചുകൊണ്ട് നിലകൊള്ളുന്ന മുസ്ലിമീങ്ങളിൽ പെട്ടതാകുന്ന വൻപാപികളായ ആളുകൾ, പലിശയുമായി ബന്ധപ്പെട്ട ജീവിതം നയിക്കുന്ന ആളുകൾ, മാതാപിതാക്കളെ തൃണവൽഗണിച്ചുകൊണ്ട് അവഗണിച്ചുകൊണ്ട് അവരെ വൃദ്ധസദനത്തിലേക്ക് തള്ളിയിട്ടതായ മക്കൾ, ഈ ദുനിയാവിൽ മോശപ്പെട്ടതാകുന്ന തലത്തിലേക്ക് ശരീരത്തെ കൊണ്ടുപോയി വ്യഭിചാരശാലകളിലേക്ക് സമർപ്പിച്ചതാകുന്ന ആളുകൾ, ഭർത്താവറിയ മറ്റുള്ളതാകുന്ന പരപുരുഷന്മാരുമായി ബന്ധം പുലർത്തിയതാകുന്ന സ്ത്രീകളില്ലേ, ഭാര്യയുടെ സൗന്ദര്യം ചുക്കിച്ചുളിയുമ്പോ ആ ഭാര്യ മറന്നുകൊണ്ട് വയനാടിന്റെ ചുരം കയറി മറ്റുള്ള പരസ്ത്രീകളുമായി ബന്ധം പുലർത്താൻ അവരുമായി വിവാഹ ജീവിതം കൊതിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് നടക്കുന്ന ചെറുപ്പക്കാരില്ലേ, അത്തരത്തിൽ വൈവാഹിക ജീവിതത്തിലേക്ക് പോവുകയും അത്തരത്തിൽ മോശമാകുന്ന ജീവിതത്തിൽ സ്വന്തം ഭാര്യയും കുടുംബത്തെയും പട്ടിണിക്കിടുന്നതായ ആളുകളില്ലേ, മാതാപിതാക്കളെ തൃണവൽഗണിക്കുക മാത്രമല്ല കുടുംബത്തെ പട്ടിണിക്കിട മാത്രമല്ല മോശപ്പെട്ട വിചരിക്കുന്നതാകുന്ന അഭിസാരികളുടെ ചാരത്തേക്ക് പോയി മോശപ്പെട്ട രീതിയിൽ ശരീരത്തെ നശിപ്പിക്കുന്നതായ മക്കളില്ലേ, പഠിച്ചു വെക്കണേ, പഠിച്ചു വെക്കണേ, നിനക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണ് നരകം. ആ കത്തിച്ചൊരുക്കുന്ന നരകത്തെ അല്ലാഹു പടച്ചത് 3000 വർഷം കൊണ്ടാണെന്ന് ഹബീബായ റസൂലുള്ളാഹി. അത് വല്ലാതെ കറുത്തിരിക്കുകയാണ്, കറുത്തിരണ്ടതാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തുമായി ഒരിക്കൽ ഇരിക്കുമ്പോൾ ഇത് സമിഅ വജബത, ഒരു വല്ലാത്ത ഭീകരമായ ശബ്ദം അല്ലാഹുവിന്റെ റസൂലും സ്വഹാബത്തും കേൾക്കുകയാണ്. ഒരു വല്ലാത്തൊരു ശബ്ദം സ്വഹാബത്തിനോടൊപ്പം ഇരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും കേൾക്കാൻ വല്ലാത്തൊരു ശബ്ദം കേൾക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തിനോട് ചോദിച്ചു, അത്തദറൂന മാ ഹാദിഹിൽ വജ്ബതു, ഈ ശബ്ദം എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? ഉടനെ സ്വഹാബത്ത് പറഞ്ഞു, അല്ലാഹു വറസൂലുഹു അലം, അല്ലാഹുവും അവന്റെ റസൂലിനും അറിയാം, ഞങ്ങൾക്കറിയില്ല റസൂലേ, ഒന്ന് പറയുമോ ഹബീബേ? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിന്റെ അടിത്തട്ടിലേക്ക് ഒരു കല്ലിനെ അയച്ചതാണ്. സുബ്ഹാനല്ലാഹ്, 70 വർഷമായിട്ടത് ഭൂമിയിലേക്ക് ഇറങ്ങാൻ സമയമെടുത്തു. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് നരകത്തിന്റെ അടിത്തട്ടിലേക്ക് കഴിഞ്ഞ 70 വർഷം മുമ്പിട്ടതാകുന്ന ഒരു കല്ല് ഇപ്പോഴാണത് ഭൂമിയിലേക്ക് ചെന്ന് പതിക്കുന്നത് എന്ന് ഹബീബായ
റസൂലുള്ളാഹി നരകത്തിന്റെ അടിത്തട്ടിലേക്ക് ചെന്നുകൊണ്ട് പതിച്ചതിൻ്റെതാകുന്ന ശബ്ദമാണ്. 70 വർഷം മുമ്പ് അതിന്റെ ഉപരിതലത്തിൽ നിന്ന് താഴേക്ക് വീണതായെന്ന കല്ല് അതിന്റെ താഴ്ഭാഗത്ത് എത്തിക്കൊണ്ട് പതിച്ചതാകുന്ന ശബ്ദമാണ് നിങ്ങളുടെ കർണപുടങ്ങളിൽ അലയൊലി കൊണ്ടത് എന്ന് ഹബീബായ റസൂലുള്ളാഹി. എത്രയേറെ ആഴമാണ് നഊദു ബില്ലാഹ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതുകൊണ്ടല്ലേ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് പരിശുദ്ധമായ ഖുർആൻ ഓതിക്കൊണ്ട് പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ أنفسكم وأهليكم نارا وقودها الناس والحجارة عليها ملائكة غلاظ شداد لا يعصون الله ما أمرهم ويفعلون ما يؤمرون. പരിശുദ്ധമായ ഖുർആൻ ഓതിക്കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ ഈ സമൂഹത്തെ ഉത്ഭുതരാക്കുകയാണ്. കത്തിച്ചൊലിക്കുന്ന നരകത്തെ കുറിച്ച് വ്യക്തമായുള്ള ദൃഷ്ടാന്തം അല്ലാഹുവിന്റെ റസൂൽ ഖുർആൻ ഓതിക്കൊണ്ട് പറഞ്ഞു കൊടുക്കുകയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, ഈമാനുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കുന്നവരെ, അംബിയാ മുർസലീങ്ങളെ കൊണ്ട് വിശ്വസിക്കുന്നവരെ, മലായികത്തുകളെ കൊണ്ട് വിശ്വസിക്കുന്നവരെ, അല്ലാഹു നൽകിയതാകുന്ന മലക്കുകൾക്ക് മുഖേന നൽകിയ അംബിയാക്കളുടെ കൈവശം നൽകിയതാകുന്ന ഏടുകളെ കൊണ്ട് വ്യക്തമായി വിശ്വസിക്കുന്നതായ മുഅ്മിനീങ്ങളെ, ആഖിറത്തെ കുറിച്ച് വിശ്വാസമുള്ളവരെ, ഓ അൻഫുസകും വഅഹ്ലീകും നാറാ, നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തെയും നിങ്ങളുടെ കുടുംബത്തെയും കത്തിച്ചൊലിക്കുന്ന നരകത്തെ തൊട്ട് സൂക്ഷിക്കണേ. നരകം നിസാരമല്ല സഹാബ, വഖൂദുഹാ അന്നാസു വൽ ഹിജാറ. ആ കത്തിച്ചൊലിക്കുന്ന നരകത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കത്തിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതായ ഇന്ധനം അത് പെട്രോളല്ല, കൽക്കരിയല്ല, അത് ഡീസലല്ല, മണ്ണെണ്ണയല്ല. വഖൂദുഹാ അന്നാസു വൽ ഹിജാറ. ഈ ദുനിയാവിൽ മോശപ്പെട്ട പ്രവണതയുമായി നടന്നു പോകുന്ന മനുഷ്യന്മാര്, മാനവന്മാര്, കള്ളു കുടിച്ചുകൊണ്ട് നിലകൊള്ളുന്നതായ ചെറുപ്പക്കാര്, ലഹരി നുണഞ്ഞുകൊണ്ട് നിലകൊള്ളുന്ന സഹോദരിമാരെ, ഭർത്താവിനെ അനുസരിക്കാതെ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി നിലകൊള്ളുന്ന ഭാര്യമാരെ, ഭാര്യമാരുടെ സൗന്ദര്യം ചുക്കിച്ചുളിയുമ്പോ അവരെ മറന്നുകൊണ്ട് പരസ്ത്രീകളുമായി ബന്ധം പുലർത്തുന്നതായ ഭർത്താക്കന്മാരെ, ചെറിയ പ്രശ്നങ്ങളുടെ പേരിൽ കുടുംബങ്ങളെ തന്നെ തെറ്റി നിൽക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നതായ ആളുകളെ, നാവുകൊണ്ട് ഫനായും ഫസാദും പറഞ്ഞുകൊണ്ട് നിലകൊള്ളുന്ന സമൂഹമേ, നിങ്ങളെ ശ്രദ്ധിക്കണേ. നിങ്ങളുടെ സ്വന്തത്തെയും നിങ്ങളുടെ കുടുംബത്തെയും കത്തിച്ചിരിക്കുന്ന നരകത്തെ തൊട്ട് സൂക്ഷിക്കണേ. കാരണം നിങ്ങളെയാണ് അതിൽ കത്തിക്കപ്പെടുന്നത്. മോശപ്പെട്ടതാകുന്ന ജനങ്ങളാണ് ആ നരകത്തിലെ ഇന്ധനമെന്ന് പറയുന്നത്. തീർന്നില്ല. വൽ ഹിജാറ, ഭീമാകാരമാകുന്ന പാറക്കല്ലുകളാണ്. ഒരു കല്ലിനെ ചൂട് പിടിക്കണമെങ്കിൽ മണിക്കൂറുകളെടുക്കും. പക്ഷേ ചൂട് പിടിച്ചാൽ പിന്നെ ഒരിക്കലും പെട്ടെന്നത് പോവയില്ല. കത്തിച്ചൊലിക്കുന്ന നരകത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ദുഷിച്ച ജനങ്ങളെ ഇടുന്നതിനോടൊപ്പം അല്ലാഹു നരകത്തിലേക്ക് വലിച്ചെറിയുന്നത് ഭീമാകാരമാകുന്ന പാറക്കല്ലുകളാണ്. ആ കല്ലുകളിലൂടെ ചൂട് ഒരിക്കലും ഇല്ലാതെ മാറുകയില്ല, ഒരിക്കലും ഒരളവ് പോലും കുറയുകയില്ല. അതുകൊണ്ട് നരകത്തെ നിങ്ങൾ ശ്രദ്ധിക്കണേ. അലൈഹാ മലായികത്തുൻ ഗലാദുൻ ശിദാദുൻ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്, ആ നരകത്തിന്റെ മേൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അധീനപ്പെടുത്തിയിരിക്കുന്നത് കരുത്തുറ്റ ഹൃദയത്തിൻ്റെതാകുന്ന ആളുകളായ ഒരു വിഭാഗം മലക്കുകളെയാണ്. ആ മലക്കുകൾക്കോ ലാ യഅസൂന അല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ.
അല്ലാഹുവിനോട് ഒരു എതിരും പ്രവർത്തിക്കാത്ത മലക്കുകളാണ്. റബ്ബി എന്ന് കൽപ്പിച്ചോ അതേപോലെ അക്ഷരം പ്രതി ചെയ്യുന്നതായ മലക്കുകളാണ്. അഥവാ ഈ ദുനിയാവിൽ എത്ര വലിയ ഹാജിയാരായിരുന്നാലും, ഞാൻ മുട്ടിച്ചിറ ശ്രോതാക്കളെ പരിസരത്ത് വലിയ അറിയപ്പെട്ട ഹാജിയാരായിരുന്നു, ഞാൻ വലിയ ധനികനായിരുന്നു, ഞാൻ ചേളാരിൽ അറിയപ്പെട്ടതാകുന്ന ഉന്നത കുടുംബത്തിൽപ്പെട്ട സ്ത്രീയായിരുന്നു, ഞാൻ വലിയ അറിയപ്പെട്ടതാകുന്ന സമ്പന്നതയുടെ തറവാട്ടിൽ വിരാജിച്ചവളായിരുന്നു, ഒന്നും പറഞ്ഞുകൊണ്ട് നരകത്തിന്റെ മുന്നിൽ നീ ഒരിക്കലും നിനക്ക് രക്ഷപ്പെടാമെന്ന് കരുതേണ്ടതില്ല. അലൈഹാ മലായികത്തുൻ ഗലാദുൻ ശിദാദ് ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. അല്ലാഹ് കൽപ്പിച്ച കാര്യങ്ങളെ പരിപൂർണമായി ശിരസാ വഹിക്കുകയും അല്ലാഹ് വേണ്ട എന്ന് പറഞ്ഞ കാര്യങ്ങളെ പരിപൂർണമായി ഒഴിവാക്കുകയും ചെയ്തതായ സ്വാലിഹീങ്ങളാകുന്ന മഹത്തുക്കളാകുന്ന മലക്കുകളാണ്. ഒരു വിഭാഗം മലക്കുകളെയാണ് നരകത്തിന്റെ മേൽ അല്ലാഹു അധീനപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ ദുനിയാവിൽ മോശമാകുന്ന പ്രവണതയിലേക്ക് നീ പോകല്ലേ, പോകല്ലേ. നരകത്തെ തൊട്ട് ശ്രദ്ധിക്കണേ. പരിശുദ്ധമായ ഖുർആൻ ആ നരകത്തിൽ നിന്നുള്ള മോചനപത്രം നിനക്ക് ലഭിക്കണോ? ഒന്നാമതായി ചെയ്യേണ്ട അമലാണ് നിന്റെ നിസ്കാരം മുറ പോലെ നിർവഹിക്കണേ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതിൽ മൂന്നാമത്തെ കാര്യം വഖുറത്തു ഐനി ഫിസ്സലാ, നിസ്കാരത്തിൽ കൺകുളിർമയാകുക. നിസ്കാരത്തെ ഒഴിച്ചിട്ട് ഒരു പരിപാടിയില്ല. മോമിനും കാഫിറിനും ഇടയിലുള്ള ആകെയുള്ള ഐഡന്റിറ്റി നിസ്കാരമാണ്. നിസ്കരിക്കണം, നിസ്കരിക്കാതെ യാതൊരു പരിപാടിയില്ല. ചില കമ്മിറ്റിക്കാരുണ്ട് 12 മണിയാകുമ്പോ കമ്മിറ്റി ഓഫീസ് പൂട്ടിയിട്ട് ഹാജിയാര് പോകും, വീട്ടിലോട്ട് പോവാ. കാരണം ബാങ്ക് വിളിക്കാനായി, വേഗം പൂട്ടാം. അത് പരിപാടി നടക്കും. 12 മണിയാകുമ്പോൾ ഓഫീസ് തുറക്കുന്ന അവസ്ഥയിലേക്ക് വരണം. വേഗം വരിക, 12:30 ആകുമ്പോൾ അടച്ചിട്ട് നേരെ പള്ളിക്കകത്തോട്ട് കയറിക്കും. അല്ലെങ്കിൽ ശരിയാവൂല. നിസ്കാരം വേണ്ടേ? നിസ്കാരമില്ലാതെ എന്ത് ജീവിതം, നിസ്കാരമില്ലാതെ എന്ത് പള്ളി പരിപാലനം, നിസ്കാരമില്ലാതെ എന്ത് ദീൻ. മരണം എത്തുന്നത് വരെ റബ്ബിന് ഇബാദത്ത് എടുത്തുകൊണ്ട് നിലകൊള്ളണം. മരണം കൺമുന്നിൽ കാണുന്നത് വരെ നിസ്കരിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ പറയൂ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അബൂ ലുഅ്ലു എന്ന് പറയുന്ന മനുഷ്യൻ, മജൂസിയ ജൂതനായ മനുഷ്യനെ മദീനയിലേക്ക് ഞാൻ കൊണ്ടുവരട്ടെ എന്ന് ഒരു സ്വഹാബി മുത്തിന് ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അടുക്കൽ വന്ന് അനുവാദം ചോദിച്ചു. അമീറുൽ മുഅ്മിനീനാണ് സയ്യിദുന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. സമയം കഴിഞ്ഞോ? കുറച്ചേരോടെ പറയാലേ? ഇരിക്കൂലേ നിങ്ങള്? ക്ഷീണമുണ്ടോ? എന്ത് ക്ഷീണം? നോമ്പില്ല, ഒന്നുമില്ല. എന്ത് ക്ഷീണം? അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അല്ലാഹു ആഫിയത്ത് തരട്ടെ. വേഗം നിർത്താൻ കേട്ടോ. ഒരു 11 ആകുമ്പോൾ നിർത്താം. പോരെ? ഇൻഷാ അല്ലാഹ്. നാളെയും വായനല്ലേ? ഇൻഷാ അല്ലാഹ്. അബൂ ലുഅ്ലു എന്നാണ് അവന്റെ പേര്. അബൂ ലുഅ്ലു എന്നാണ് അവന്റെ പേര്. സുബ്ഹാനല്ലാഹ്. മജൂസിയാൻ ലഅനത്തുല്ലാഹി അലൈഹി. അവനെ കൊണ്ടുവന്നു. എന്നിട്ട് ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് അനുവാദം തേടി. ഇയാളെ മദീനയിലേക്ക് കൊണ്ടുവരട്ടെ. എന്തിനാ? ഇയാള് നല്ല പണിക്കാരനാണ്. പണിക്കാരെന്ന് പറഞ്ഞാൽ എല്ലാ പണിയും ചെയ്യും. മരിച്ചു പണിയെടുക്കും. അങ്ങനത്തെ ടീമാണ്. എന്തൊക്കെ പണി, എന്തെല്ലാം പണി ചെയ്യണോ അതൊക്കെ ചെയ്യും. നല്ല നജ്ജാറാണിവൻ, ഹദ്ദാദാണിവൻ. പറഞ്ഞാൽ ഹദ്ദാദ് ഓതൊന്നുമല്ല, നല്ല എന്താ പറയാ, കൊല്ലപ്പണിക്കാരൻ. ഇവിടെ എന്താ പറയാ? കൊല്ലപ്പണിക്കാരൻ അങ്ങനെയാണ് പറയുക. നമ്മുടെ ഈ ആലയിലൊക്കെ പണിയെടുക്കുക, വാളും ഇതൊക്കെ ഉണ്ടാക്കുന്ന കൊല്ലപ്പണി, കൊല്ലത്ത് പണിയെടുക്കുന്നു. എന്തോ ആയിക്കോട്ടെ, അങ്ങനത്തെ. അപ്പൊ അങ്ങനെയാണ്, നല്ല പണി ചെയ്യും. സൂപ്പർ പണിക്കാരൻ അല്ലേ? കൊല്ലപ്പണി.
അങ്ങനെ സൂപ്പർ ടീമാണ്, നല്ല അടിപൊളിയാന്ന് പറഞ്ഞു. എന്നാ കൊള്ളു, നാട്ടുകാർക്ക് ഉപകാരപ്പെടുമല്ലോ. അങ്ങനെ ഈ ഹൈവാനെ കൊണ്ടുവന്ന് ഭയങ്കര പരിപാടി. അവിടെ എല്ലാവർക്കും ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നു. ഇവന് ഓരോ സാധനം ഉണ്ടാക്കി കൊടുക്കുന്നു. അപ്പൊ ഇവൻ കൂലി ഭയങ്കരമായിട്ട് ആവശ്യപ്പെടുക. നല്ല കൂലി വേണം. കൂലി കിട്ടുമെന്നുള്ള കാര്യത്തിന് സാധാരണ നോർമൽ എത്രയാണ് കിട്ടുന്നത് ആ ഒരു കൂലി ഡെയിലി ഇത്ര രൂപ വെച്ച് 100 ദിർഹം വെച്ചിട്ട് അവന് കൂലി കൊടുക്കാൻ വേണ്ടി പറഞ്ഞു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അവനത് പോരാ. അവൻ പറയും ഇതൊന്നും പറ്റൂല, എനിക്ക് കൂലി കൂടുതൽ വേണം. കൂലി അതിൽ കൂടുതലൊന്നും കൊടുക്കണ്ട, 100 ദിർഹമിനേക്കാൾ കൂടുതലൊന്നും കൂലി കൊടുക്കണ്ട. ആര് പറഞ്ഞു? സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അത് കറക്റ്റ് കൂലിയാണ്. അങ്ങനെ കൂലി കൊടുത്താൽ മറ്റുള്ള ആളുകൾ പിന്നെ അവനേക്കാൾ വലിയ കൂലി ചോദിക്കാൻ തുടങ്ങും. എല്ലാവർക്കും ഇപ്പൊ നോർമൽ ആയിട്ടുള്ള ഒരു കൂലി ഇപ്പോഴതാണ് ഉള്ളത്. കൂട്ടേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ കൂട്ടാം. ഇപ്പൊ അത് മതി, തൽക്കാലം അത് മതി. ഇത് പറഞ്ഞപ്പോ ഇവന് ഭയങ്കര ദേഷ്യം. ഈ ഒറ്റ വിഷയത്തിനാണ് ഉമർ റളിയല്ലാഹു അൻഹുവിനെ കൊല്ലാൻ വേണ്ടി അവൻ തീരുമാനിക്കുന്നത്. അവന്റെ കൂലി കൂട്ടിക്കൊടുക്കാത്തതിന്റെ വിഷയം പലപ്പോഴും ഇതുമായിട്ടുള്ള സംസാരം നടന്നിട്ടുണ്ട്. ഞാനിപ്പോ അതൊന്നും ഇതിലേക്കൊന്നും പോകുന്നില്ല, ചരിത്രം കൂടുതൽ വിശദീകരിക്കുന്നില്ല, പർവ്വതീകരിക്കുന്നില്ല. ചുരുക്കി പറയാം. ഇടയ്ക്കിടയ്ക്ക് അവൻ കാണും, ചോദിക്കും, അപ്പൊ അവൻ പറഞ്ഞു ഞാൻ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്കൊരു വേണ്ടി ഒരു ആയുധം പണിയുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് 2-3 വർത്താനമൊക്കെ പറഞ്ഞിട്ട് അവൻ പോയി. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു അവൻ ഭയപ്പെടുത്തുന്ന ആരെയും, നമ്മളെയാണ് ഭയപ്പെടുത്തുന്നത്, നമ്മളവൻ ഭയപ്പെടുത്തിയിട്ടാണ് പോയേക്കുന്നത് കേട്ടോ എന്നൊക്കെ ഇങ്ങനെ സ്വഹാബത്തിനോട് പറഞ്ഞിട്ട്. കാരണം നേർക്ക് നേരെ വന്ന മയ്യിത്താണ്. അതുകൊണ്ടാണ് അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത്. അത് നമ്മളെ ഭീഷണിപ്പെടുത്തിയിട്ട് പോയിട്ടുണ്ട് എന്നൊക്കെ ഉമർ റളിയല്ലാഹു അൻഹു കൂട്ടുകാരോടൊക്കെ ഇങ്ങനെ പറയും. സുബ്ഹാനല്ലാഹ്. ഇവൻ നേരെ പോയിട്ട് കാര്യം ഗൗരവത്തിലെടുത്തു. ചിലർക്ക് അങ്ങനെയുള്ള ചില പിണക്കങ്ങൾ വല്ലാത്ത മാനസികമായ സംഘർഷത്തിലേക്ക് കൊണ്ടെത്തിക്കും. ഇവൻ എന്ത് ചെയ്തു? ഒരു കൊടുവാള് നിർമ്മിച്ചു. ആ വാൾ എങ്ങനത്തെ വാളാണ്? 2 മൂർച്ചയുള്ള വാളാണ്. 2 സൈഡിലോട്ട് ഇങ്ങനെ അതായത് വയറ്റിലോട്ട് ഇതോട് കുത്തിയാൽ, ഒരു സ്ഥലത്തോട്ട് കുത്തിയാൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കി വിട്ടാൽ തിരിച്ചുകൊണ്ട് വലിക്കുമ്പോൾ ഉള്ള കുടൽ ഉൾപ്പെടെ ഇങ്ങോട്ട് പുറത്തോട്ട് വരണം. അതിന് വേണ്ടിയിട്ടാണ്. ഈ കത്തിയുടെ കുത്തേറ്റുമ്പോൾ ആരുടെയെങ്കിലും കുത്തേറ്റാൽ നമ്മൾ തിരിക്കാൻ സമ്മതിക്കുക. തിരിച്ചു കഴിഞ്ഞാൽ വലിയ ഡേഞ്ചറാണ്. മനസ്സിലായില്ലേ? വേഗം തന്നെ നമ്മളത് പിടിച്ച് എങ്ങനെയെങ്കിലും ഊരുക. അതിങ്ങോട്ട് അകത്ത് ഇട്ടിട്ട് ഒന്ന് തിരിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറാണ്. അങ്ങനെയാണ് ഈ അപകടത്തിൽ കൂടുതൽ. പഴയ കത്തിക്കുത്തുമൊക്കെ അങ്ങനെയാണ്. വയറ്റിലോട്ട് കുത്തിയിട്ട് അതിന് തിരിച്ചു കളയും. ആ തിരിക്കലിൽ അകത്തെ കുടലുകൾ ഇതെല്ലാം കൊണ്ട് അങ്ങോട്ട് മാറി ഭയങ്കര ഡേഞ്ചറാണ്. അകത്ത് വല്ലാത്ത രക്തസ്രാവം ഉണ്ടായാൽ ഇതിനൊരിക്കലും തിരിച്ചെടുക്കാൻ പറ്റില്ല. പുറമേ നോക്കുന്ന പോലെയല്ല. അപ്പൊ പിന്നെ ആള് തീരണം എന്നുള്ള ലക്ഷ്യത്തിൽ തന്നെയാണ് കൊടുവാള് നിർമ്മിക്കുകയാണ്. 2 രീതിയിലുള്ള 2 സൈഡിലോട്ട് മുറിച്ചു നിൽക്കുന്ന നിലക്കുള്ള സാധനം നിർമ്മിക്കുകയാണ്. അങ്ങനെ നിർമ്മിച്ചു. കാത്തിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു നേരിട്ട് കണ്ടു കഴിയുമ്പോൾ പേടിക്കല്ലേ, മുന്നിൽ പോകാൻ പറ്റൂല. അപ്പൊ അവൻ താക്കം നോക്കി നിന്നു. അങ്ങനെയാണ് നിസ്കാരത്തിന്റെ സമയം. ഉമർ റളിയല്ലാഹു അൻഹു നമസ്കരിക്കാൻ വേണ്ടി വന്നു. ബാങ്ക് കൊടുക്കപ്പെട്ടു. നമസ്കാരത്തിന് വേണ്ടി ഇഖാമത്ത് നൽകപ്പെട്ടു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നമസ്കാരത്തിന് വേണ്ടി ഇമാമത്ത് നിർവഹിക്കുന്നു. അമീറുൽ മുഅ്മിനീൻ അല്ലേ? സുബ്ഹാനല്ലാഹ്. സ്വഹാബത്ത് വന്നുകൊണ്ട് കൈകെട്ടുകയാണ്. എല്ലാവരും നമസ്കരിച്ചുകൊണ്ട് നിലകൊള്ളുകയാണ്. ഫാത്തിഹ സൂറത്ത് ഓതി സൂറത്തുകൾ പാരായണത്തിലേക്ക് കടന്നു. ഉടനെ തന്നെ അവൻ വേഗം തന്നെ ചാടി വീണു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നെഞ്ചിലേക്ക് ആഞ്ഞൊന്നു കുത്തി. കത്തി വേഗം വലിച്ചൂരി. 2ാമത്തെ കുത്ത് ഇടത് ഭാഗത്തായിട്ട് കുത്തി. അദ്ദേഹത്തിൻ്റെതാകുന്ന ഒരു സൈഡിലേക്ക് ആഞ്ഞുകുത്തി. കത്തി വലിച്ചൂരി. വീണ്ടും 3ാമത്തെ കുത്ത് അദ്ദേഹത്തിന്റെ പൊക്കിളിന്റെ താഴ്ഭാഗത്തേക്ക് 3ാമത്തെ ഒരു കുത്തു കൊടുത്തു. 2 മൂർച്ചയുള്ളതാകുന്ന വാള് വയറ്റിലേക്ക് കയറ്റിക്കൊണ്ടൊന്ന് തിരിച്ചിട്ട് വലിച്ചെടുക്കുകയാണ്. നിസ്കരിച്ചുകൊണ്ട് നിൽക്കുകയാണ് സയ്യിദനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. എന്താണ് അവരുടെ നിസ്കാരം? ഒന്ന് ചിന്തിച്ചു നോക്ക്. നമ്മളാണെങ്കിൽ ആദ്യത്തെ കുത്തിന് തന്നെ എന്താണ് നമ്മുടെ ആദ്യത്തെ കുത്ത് കഴിഞ്ഞു, 2ാമത്തെ സൈഡ് കുത്ത് കഴിഞ്ഞു, 3ാമത്തെ കുത്ത് അടിവയറിന് കുത്തുകയാണ്. പൊക്കിളിന്റെ താഴ്ഭാഗത്തേക്ക് കുത്തി കറക്കി എടുക്കുക. അപ്പോഴും പ്രതികരിക്കില്ല. നേരെ ബഹുമാനപ്പെട്ടവര് ഒരു ചെറിയ ശബ്ദത്തോടുകൂടി മുസല്ലയിലേക്ക് വീഴാൻ വക്കാന അംറുല്ലാഹി ഖദറൻ മഖ്ദൂറാ ഈ ആയത്താണ് ഓതുന്നത്. ഈ ആയത്ത് ഇങ്ങനെ ആവർത്തിച്ചതാണ്. വകാന അംറുല്ലാഹി ഖദറൻ മഖ്ദൂറാ. അല്ലാഹു കൽപ്പിച്ചതാകുന്ന കാര്യങ്ങൾ, അവൻ വേണ്ട വെച്ചതാകുന്ന കാര്യങ്ങൾ അത് കൃത്യമായി നടക്കുക തന്നെ ചെയ്യുമെന്നുള്ള ആയത്ത് ആവർത്തിച്ച് ഓതിയിട്ട് ബഹുമാനപ്പെട്ടവർ മഗ്ശിയൻ ബോധരഹിതനായിട്ട് സുജൂദിലേക്ക് വീഴുകയാണ്, മുസല്ലയിലേക്ക് വീഴുകയാണ്.
കത്തി ഊരിയെടുത്തുകൊണ്ട് വേഗം ഇവൻ മുസല്ലയിലൂടെ നടന്നുകൊണ്ട് നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന മോമിനീങ്ങളെയൊക്കെ ആഞ്ഞു കുത്തുകയാണ്. അപ്പോഴും സ്വഹാബത്തൊക്കെ നിസ്കരിക്കാൻ അവരുടെ ഈമാൻ അത്രമേൽ ബലപ്പെട്ടത്. നിസ്കരിച്ചുകൊണ്ട് അവരെല്ലാവരും നിൽക്കുന്നു. 13 ആളുകളെ ഇവൻ ഇടവും വലവും നോക്കിയിട്ട് കൊണ്ട് കുത്തി, വലത്തോട്ട് എടുത്തോട്ട് 13 പേരെ സഫി കയറിയിട്ട് കുത്തി. നല്ലതുപോലെ പഠിക്കുന്ന അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്തായാലും ശ്രോതാക്കളെ പഠിക്കല്ലേ, അപ്പൊ ഒരു ഷഹീദിനെ കൂടി പഠിക്കൽ. സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ബഹുമാനപ്പെട്ടതാകുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കുത്തേറ്റു. 13 സഹാബത്തിനും കുത്തേറ്റു. 13 പേരിൽ ചരിത്രം പ്രസിദ്ധമാണ്. സുബ്ഹാനല്ലാഹ്, 7 പേര് മരണപ്പെട്ടു പോയിട്ടുണ്ട് ആ കുത്തിൽ. 7 പേര് മരണപ്പെട്ടു. ബാക്കി 6 പേർക്ക് അത്ര സാരമായ പ്രശ്നമല്ല. അതുകൊണ്ട് പിന്നീട് അവരെ ചികിത്സിച്ച് മാറ്റിയിട്ടുണ്ടെന്ന ചരിത്രം. 7 പേരും ആ കുത്തിൽ മരണപ്പെട്ടിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹുവിനോടൊപ്പം തന്നെ മനസ്സിലാക്കി അവരും ഷഹീദായിട്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ടതാകുന്ന അനുയായികളല്ലേ, ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൈമാറി തന്നതായ നമസ്കാരത്തെ ജീവിതത്തിൽ നെഞ്ചോട് ചേർത്ത് വെച്ചതാകുന്ന പ്രിയപ്പെട്ട സഹാബത്തിനുണ്ടായ ദാരുണമായ സംഭവമാണ്. സുബ്ഹാനല്ലാഹ്, പള്ളിയുടെ അകത്തളം രക്തക്കളമാവുകയാണ്. പുറത്തേക്ക് ഓടിയതാകുന്നവനെ മുഅ്മിനീങ്ങളാകുന്ന സ്വഹാബത്തവനെ പിടിക്കുകയാണ്. ഒരു കരിമ്പടത്തിന്റെ പുതപ്പെട്ടുകൊണ്ട് അവന്റെ കയ്യിലേക്ക് വലിച്ചു മുറുക്കുകയാണ്. പെട്ടെന്ന് തന്നെ അവൻ തന്നെ കുടുങ്ങിപ്പോകുമെന്നല്ലോ എന്ന് മനസ്സിലാക്കിയതാകുന്ന മജൂസിയായ അബൂലുൽ എന്ന് പറയുന്ന മനുഷ്യൻ ആ ഇരുതല മൂർച്ചയുള്ളതാകുന്ന വാളുകൊണ്ട് അവന്റെ വയറ്റിലേക്ക് തന്നെ കുത്തിയിട്ടൊന്ന് തിരിച്ചിട്ട് വലിച്ചിറക്കുകയാണ്. അവനും എന്നേക്കുമായി ആത്മഹത്യ ചെയ്തുകൊണ്ട് മരണപ്പെടുകയാണ്. സ്വഹാബത്ത് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ താങ്ങിയെടുക്കുകയാണ്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു മുന്നോട്ട് കയറിക്കൊണ്ടുകൊണ്ട് നമസ്കാരം പൂർത്തീകരിക്കുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൈമാറുന്ന നമസ്കാരത്തെ ആ സ്വഹാബത്ത് ഒഴിവാക്കാൻ തുനിയുന്നില്ല. 13ഓളം വരുന്ന സ്വഹാബത്ത് കുത്തേറ്റുകൊണ്ട് നിലത്ത് കിടക്കുകയാണ്. സ്വഹാബത്ത് വന്നുകൊണ്ട് നമസ്കാരം നിർവഹിക്കുന്നു. നമസ്കാരം അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ നമസ്കാരം പൂർത്തീകരിക്കപ്പെടുന്നു. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു താങ്ങിയെടുത്ത് വീട്ടിലേക്ക് കൊണ്ടുവരുകയാണ്. സുബ്ഹാനല്ലാഹ്, ബോധരഹിതനായി നിലകൊള്ളുകയാണ്. കാരണം 3 കുത്തുകളാണ് സാരമായ പരിക്കോടുകൂടി ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ലഭിച്ചിട്ടുള്ളത്. ഒന്ന് നെഞ്ചിലാണ് ബഹുമാനപ്പെട്ടവർക്ക്, രണ്ടാമത്തത് സൈഡ് ഭാഗത്താണ്, മൂന്നാമത്തത് പൊക്കിലിന്റെ താഴ്ഭാഗത്താണ് കിട്ടിയിട്ടുള്ളത്. മരണത്തിലേക്ക് പോകുമെന്ന് ഉറപ്പാണ്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, എന്റെ വാപ്പയുടേതാകുന്ന വയറിന്റെ അടിഭാഗത്തേക്ക് ഞാനൊന്ന് കൈയൊന്ന് വെച്ച് നോക്കി. എന്റെ കൈയുള്ളിലേക്ക് പോകും വിധം വല്ലാത്ത ഒരു ആഴമുള്ള കുത്തായത് മാറിയിട്ടുണ്ട്. എന്റെ കൈ നിറച്ച് മുഴുവനും രക്തം വല്ലാതെ മാർന്നൊഴുകയാണ്. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പിറ്റേ ദിവസത്തെ പ്രഭാതത്തിലാണ് ബഹുമാനപ്പെട്ടവർക്ക് ബോധം വരുന്നത്. ബോധം വരുമ്പോൾ ബഹുമാനപ്പെട്ടവർ ആദ്യമായി ചോദിക്കുന്നത് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്നുള്ള വചനം പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ടവർ പറയുകയാണ്, അസ്സല്ലന്നാസ്, ജനങ്ങൾ നമസ്കരിച്ചു. അവർ നമസ്കരിച്ച നമസ്കാരത്തിന്റെ അവസ്ഥ എന്താണ്? എന്റെ അടിവയറിലേക്ക് കുത്തിയിട്ട് എന്റെ കുടല് പുറത്തു വന്ന സന്ദർഭത്തിൽ പോലും ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നത്, ഞാൻ നമസ്കരിച്ച നമസ്കാരം പകുതിയാക്കിയിട്ടാണ് പോയതെന്ന് എനിക്കറിയാം. ആ നമസ്കരിച്ചതാകുന്ന ബാക്കിയുള്ള ജനങ്ങൾ നമസ്കാരം നിർവഹിച്ചിരുന്നുവോ? അവരുടെ നമസ്കാരം പൂർത്തീകരിക്കാൻ സാധിച്ചുവോ? ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, വാപ്പ ഇത് ചോദിച്ചപ്പോൾ ഞാൻ പൊട്ടിക്കരഞ്ഞു പോയി. കൂടെയുള്ള സഹാബത്തും പൊട്ടിക്കരഞ്ഞു പോയി. കാരണം പരിശുദ്ധ പ്രവാചകന്റെ തിരുസുന്നത്തിനോടുള്ള അഭേദ്യമാകുന്ന ബന്ധം എത്രയാണ് മരണത്തിലേക്ക് നയിക്കുന്ന ഘട്ടത്തിൽ പോലും ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നത്, എന്നോടൊപ്പം നമസ്കരിച്ച ജനങ്ങൾ നമസ്കാരം നിർവഹിച്ചു, അവരുടെ നമസ്കാരത്തിന്റെ അവസ്ഥ എന്തായി എന്നാണ്. ബഹുമാനപ്പെട്ടതാകുന്ന അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ബഹുമാനപ്പെട്ടതാകുന്ന ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞുവത്രേ, അല്ലയോ പ്രിയപ്പെട്ട വാപ്പാ, പ്രിയപ്പെട്ടതാകുന്ന നമസ്കാരം കൃത്യമായി അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ഇമാമത്ത് നിർവഹിച്ചുകൊണ്ട് നമസ്കാരം പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. ഉടനെ ഹംദ് പറയുകയാണ്, സ്തുതി അർപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ടവർ പറയുകയാണ്, എനിക്ക്
wudu എടുക്കാനുള്ള വെള്ളം കൊണ്ടുവരണേ. എഴുന്നേൽക്കാൻ വേണ്ടി പരിശ്രമിക്കുകയാണ്. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു എഴുന്നേൽക്കാൻ വേണ്ടി തുനിയുകയാണ്. എന്റെ വാപ്പ എഴുന്നേൽക്കാൻ വേണ്ടി തുനിയുകയാണ്. സാധിക്കുന്നില്ല. ഞങ്ങളെല്ലാവരും കൂടി താങ്ങി അദ്ദേഹത്തെ എഴുന്നേൽപ്പിച്ചു നിർത്തി. സുഖമില്ലാതെ കിടക്കയില്ലേ, അടിവയറിന് കുത്തേറ്റിട്ടില്ലേ. ഡോക്ടർമാര് മുഴുവനും വന്നു നോക്കിയിട്ട് പറഞ്ഞു, ഇനി ഒരിക്കലും ഇദ്ദേഹം ജീവിക്കുകയില്ല. കൂടി വന്നാൽ 2 ദിവസത്തിനപ്പുറം മരണം സുനിശ്ചിതമാണ്. കാരണം അടിവയറിനേറ്റ കുത്ത് അത്രമേൽ വല്ലാത്തതാകുന്ന കുത്താണ്, മരണത്തിലേക്ക് നയിക്കുന്നതാകുന്ന കുത്താണ്. പൊക്കിളിന്റെ താഴ്ഭാഗത്തേക്ക് ഇരുതരം മൂർച്ചയുള്ളതാകുന്ന കത്തി കൊണ്ട് കുത്തിയത് മാത്രമല്ല, ആ കത്തി അടിവയറിൽ വെച്ചുകൊണ്ടെന്ന് തിരിച്ചിട്ടുമുണ്ട്. തിരിച്ചു വലിച്ചതിന്റെ പേരിൽ കുടല് പുറത്തേക്ക് വന്നിട്ടുണ്ട്. ആഴമേറിയ വല്ലാത്ത കുത്താണ് മൂന്നുമുള്ളത്. എത്ര തുന്നിച്ചേർത്താലും അത് ഒരിക്കലും തുന്നിച്ചേർക്കാൻ പറ്റൂല. ബഹുമാനപ്പെട്ടവരുടെ തലയെ കെട്ടെടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, കണ്ണീരിൽ കുതിർത്തിയിട്ട് വാപ്പയുടെ അടിവയറിലേക്ക് ഞാൻ വെച്ച് കെട്ടിക്കൊടുത്തു. wudu എടുക്കാനുള്ള വെള്ളം കൊണ്ടുവരണടാ എന്ന് എന്നോട് നിർബന്ധം ചെലുത്തിയപ്പോ ഞാൻ വെള്ളം കൊണ്ടുവന്ന് കൊടുത്തു. wudu ചെയ്യുകയാണ്. പഠിച്ചു വെക്കണേ പ്രിയപ്പെട്ട മുസ്ലിമേ, കയ്യിലോ കാലിലോ ഒരു ചെറിയ വേദന വരുമ്പോ പ്ലാസ്റ്റർ ഇട്ടിരിക്കുന്ന മുസ്ലിം നമസ്കരിക്കാതെ എത്ര നമസ്കാരങ്ങളെയാണ് വൃഥാവിലാക്കുന്നത്. പ്രിയപ്പെട്ട മുസ്ലിമേ, കയ്യിലൊരു ചെറിയ വേദന വരുമ്പോ അതിലൊരു ചെറിയ തുണി കൊണ്ട് ചുറ്റിയതിന്റെ പേരിൽ തയമ്മം ചെയ്തു പോലും നമസ്കരിക്കാതെ നമസ്കാരത്തെ വൃഥാവിലാക്കുന്ന മുസ്ലിമീങ്ങളില്ലേ. കയ്യിൽ പ്ലാസ്റ്റർ ഇട്ടതിന്റെ പേരിൽ, വുദൂഇന്റെ അവയവങ്ങളിൽ പ്ലാസ്റ്റർ ഇട്ടതിന്റെ പേരിൽ ഞാൻ നിസ്കരിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദിവസങ്ങളോളം നമസ്കരിക്കാതെ നമസ്കാരത്തെ മാസങ്ങളോളം വൃഥാവിലാക്കുന്ന മുസ്ലിമീങ്ങളില്ലേ. അത് ജീവിതത്തിൽ പിന്നീട് ഒരിക്കൽ പോലും ഖദാ വീട്ടാതെ ജീവിതം തള്ളി നീക്കുന്നതായ ആധുനിക നവ മുസ്ലിമീങ്ങളില്ലേ, ഹാജിയാക്കന്മാരില്ലേ, ചെറുപ്പക്കാരില്ലേ. പഠിച്ചു വെക്കണേ, അവിശ്വാസിയായിരുന്ന മനുഷ്യൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നതാകുന്ന നബിയുടെ പ്രിയപ്പെട്ട അനുയായി, ഒരു കാലഘട്ടത്തിൽ പ്രവാചകന്റെ തലകൊയ്തെടുക്കാൻ വന്ന വ്യക്തിയാണ്. പെങ്ങളുടേതാകുന്ന ഈമാൻ കണ്ടിട്ട് ആ പെങ്ങളും അളിയനും വിശുദ്ധമായി ഇസ്ലാം മതം സ്വീകരിച്ചു എന്നറിഞ്ഞിട്ട് അവരുടെ അടുക്കലേക്ക് പോയി പരിശുദ്ധമായ ഖുർആനിന്റെ മനോഹരമാകുന്ന സൂറത്തു താഹയുടെ വചനങ്ങൾ കേട്ട് പരിശുദ്ധമായ ഇസ്ലാമിന്റെ പ്രസന്നത്തിലേക്ക് കടന്നു വന്ന് ഇസ്ലാമിന്റേതാകുന്ന ചുണക്കുട്ടിയായി നിലകൊണ്ട് എന്റെ ഹബീബിന്റെ തലയുടെ മുകളിൽ ഒരു ഈച്ച പറന്നാൽ അതിനെ കൊല്ലുമെന്ന നിലയ്ക്ക് നിലകൊണ്ട് പരിശുദ്ധ പ്രവാചകരോടുള്ള അടങ്ങാത്ത അനുരാഗം വെച്ച് പുലർത്തി നിലകൊണ്ട് പ്രവാചകന്റെ തിരുസുന്നത്തുകൾ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിച്ചതായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു സാധാ സീത മനുഷ്യനല്ല. അറിയുമോ നിങ്ങൾക്ക്, പ്രവാചകന്റേതാകുന്ന എല്ലാ രഹസ്യങ്ങളും സൂക്ഷിക്കപ്പെട്ടതാകുന്ന സ്വഹാബിയായിരുന്നു ഹുദൈഫത്തുൽ യമാനി റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന്റെ റസൂൽ നമ്മുടെ സമുദായത്തിൽപ്പെട്ട മുനാഫിക്കുകൾ ആരാണ്, കപട വിശ്വാസികൾ ആരാണ്, ഏതെല്ലാം ആളുകൾ അവിശ്വാസികളാകും, ഏതെല്ലാം ആളുകൾ വിശ്വാസികളാകും, ഏതെല്ലാം ആളുകൾ കപടതയുടെ മുഖമണിഞ്ഞുകൊണ്ട് നമ്മളോടൊപ്പം ചേർന്നിട്ടുണ്ട്, ഇതെല്ലാം വ്യക്തമായി പ്രവാചകൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ പഠിപ്പിച്ചിരുന്നു ഹുദൈഫയ്ക്ക്. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വിനയത്തോടുകൂടി ഹുദൈഫ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, ആ മുനാഫിക്കുകളുടെ പേരൊന്ന് പറയുമോ, അവിശ്വാസികളാകുന്ന വ്യക്തികളുടെ പേരൊന്ന് പറയുമോ? ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇല്ല, ഒരിക്കലും ഞാൻ പറയില്ല. എന്റെ ഹബീബ് എന്നോട് രഹസ്യമായി വെക്കാൻ പറഞ്ഞ കാര്യമാണ്, ഒരിക്കലും ആ രഹസ്യത്തെ ഞാൻ പരസ്യപ്പെടുത്തില്ല എന്ന് ബഹുമാനപ്പെട്ട ഹുദൈഫത്തുൽ യമാനി റളിയല്ലാഹു അൻഹു ശാഠ്യം പിടിച്ചപ്പോ ബഹുമാനപ്പെട്ടതാകുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വിനയത്തിന്റെ ഭാഷയിൽ കാലിന്റെ ചുവട്ടിൽ ഇരുന്നിട്ട് അദ്ദേഹത്തോട് പറയുകയാണ്, എന്നാൽ അക്കൂട്ടത്തിൽ മുനാഫിക്കിന്റെ പേരിന്റെ കൂട്ടത്തിൽ ഈ പാവപ്പെട്ടതാകുന്ന ഉമറിന്റെ പേരുണ്ടോ? വിനയത്തിന്റെ നിറകുടമാകുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഹുദൈഫ റളിയല്ലാഹു അൻഹുവിനോട് അത്തരത്തിലുള്ള ഒരു ചോദ്യം തന്നെ ചോദിക്കണമെങ്കിൽ മുസ്ലിമത്തെ എത്ര വലിയ ഈമാനാണ്. ബഹുമാനപ്പെട്ട ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇല്ലെന്ന് മാത്രമല്ല, നിങ്ങൾ ദീനിന്റെ ഏറ്റവും വലിയ ഒരു വാതിലാണ്. നിങ്ങളെന്ന വാതിൽ തകർക്കപ്പെടുന്നതോടുകൂടി പരിശുദ്ധ
പരിശുദ്ധമായ ഇസ്ലാമിൽ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാകും, ഒരുപാട് പ്രതിസന്ധികൾ ലോകത്തുണ്ടാകും. ഇതെന്നെ ഹബീബ് പറഞ്ഞിട്ടുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയുകയാണ്. ആ തകർച്ചയുടെ വാർത്തയാണ് നടക്കപ്പെടുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണത്തിന് ശേഷം ഖലീഫയായി ഖിലാഫത്തിലേക്ക് കടന്നു വന്ന് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭരണം മനോഹരമായി നടന്നു പോകുമ്പോൾ ആ ഭരണത്തെ കുറിച്ചല്ലേ നമ്മുടെ മഹാത്മാഗാന്ധിജിയാകുന്ന ബഹുമാനപ്പെട്ടവർ പോലും പറഞ്ഞത്, ഏറ്റവും നല്ല ഭരണം അത് ഉമറിന്റെ ഭരണമാണ്, അതാണ് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് പോലും വേണ്ടത്. അങ്ങനെ സൗദിയിൽ നടന്നതാകുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭരണം ഏതെങ്കിലും യൂഫ്രട്ടീസ് നദിയുടെ തീരത്തിരുന്നുകൊണ്ട് ഒരു പട്ടി ഓരയിടുന്നു, അത് വിശന്നിട്ടാണ്, അത് ദാഹിച്ചിട്ടാണ് അത് കരയുന്നത് എങ്കിൽ അതിൻ്റെതാകുന്ന കരച്ചിൽ എനിക്ക് നാളെ ഹിസാബ് നേരിടേണ്ടി വരുമെന്ന് ഞാൻ ഭയക്കുന്നു എന്ന് പറഞ്ഞ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തുല്യതയില്ലാത്ത ഭരണം നടത്തിയ വ്യക്തിത്വമല്ലേ അമീറുൽ മുഅ്മിനീനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. തന്റെ അവസാന നാളുകളെ തള്ളി നീക്കുകയാണ്, ഒന്നുകൊടുക്കുകയാണ്, അതിവയത്തിലേക്ക് ബഹുമാനപ്പെട്ടവരുടെ തലയെക്കെട്ട് എടുത്തു വെച്ചുകൊണ്ട് കെട്ടിക്കൊടുക്കുകയാണ്. ബഹുമാനപ്പെട്ടതാകുന്ന അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, പ്രിയപ്പെട്ടതാകുന്ന വാപ്പയെ ബഹുമാനപ്പെട്ടവരെ ഞാൻ ചാരിയിരുത്തി, എന്റെ നെഞ്ചിലേക്ക് ഞാൻ ചാരിയിരുത്തുകയാണ്. ഇരുന്നുകൊണ്ട് ബഹുമാനപ്പെട്ടവർ നമസ്കാരം നിർവഹിക്കുകയാണ്. മരണത്തിലേക്ക് വഴുതി വീഴുന്ന ദിവസങ്ങളിൽ പോലും ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരൊറ്റ നമസ്കാരത്തെ ഖളാക്കിയിട്ടില്ല. ബാങ്ക് വിളിക്കുന്ന സമയത്ത് എന്നെ വിളിച്ചോളണം. സുഖമില്ലാതെ കിടക്കുന്ന സന്ദർഭത്തിൽ പറയുകയാണ്, ശത്രുവിന്റെ കുട്ടേറ്റുകൊണ്ട് മരണത്തോട് മല്ലടിക്കുമ്പോ ഡോക്ടർമാർ മുഴുവനും മരണത്തിൽ പോകുന്ന വ്യക്തിയാണ് ഇദ്ദേഹം, ഇനി ഒരിക്കലും ബാക്കിയാവുകയില്ല, ഇനി തിരിച്ചു വരൂല എന്ന് അതിശക്തിയുക്തം പ്രസ്താവിക്കുമ്പോൾ പോലും എനിക്ക് നമസ്കരിക്കണം, എനിക്ക് നമസ്കരിക്കണം, നമസ്കരിക്കാത്തവര് ദീനിൽ സ്ഥാനമില്ല, ദീനിൽ യാതൊരുവിധ സ്ഥാനവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമസ്കാരത്തിന് വേണ്ടി ആളെ നിശ്ചയിക്കുകയാണ്. ബാങ്ക് വിളിക്കുമ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അടുക്കൽ വന്നുകൊണ്ട് മകനടക്കം വന്ന് സ്വഹാബത്ത് വന്നുകൊണ്ട് വിളിക്കുകയാണ്. കാരണം വിളിക്കാൻ വേണ്ടി നിർബന്ധം ചെലുത്തിയിരിക്കുകയാണ്. വാപ്പാ ബാങ്ക് കൊടുക്കപ്പെട്ടിരിക്കുന്നു, ഹയ്യ അലസ് സ്വലാഹ് ഹയ്യ അലൽ ഫലാഹ്. മലപ്പുറം ജില്ലയിലെ മുട്ടിച്ചിറ ശുഹദാക്കളുടെ പരിസരത്തുള്ള പ്രിയപ്പെട്ട മുസ്ലിമേ മുസ്ലിമത്തെ, ശുഹദാക്കളുടെ നേതാവായ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു അടക്കമുള്ള ബഹുമാനപ്പെട്ടതാകുന്ന മഹത്തുക്കൾ വരെ ഏറ്റവും വലിയ സ്നേഹം വെച്ചതാകുന്ന ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ശുഹദാക്കളുടെ പട്ടികയിലേക്ക് നീങ്ങുന്ന രംഗമാ. നമസ്കാരം ഒഴിവാക്കുന്നില്ല. അല്ലാഹു അക്ബർ എന്ന വിളിനാളം കടന്നു വന്നപ്പോ ബഹുമാനപ്പെട്ടവരെ ചെന്നുകൊണ്ട് വിളിക്കുകയാണ്. ബഹുമാനപ്പെട്ടവർ കണ്ണ് തുറക്കുകയാണ്, ചോദിക്കുകയാണ്, അസമിയൻ നിദാ, ബാങ്ക് കൊടുത്തുവോ, നിങ്ങൾ കേട്ടുവോ? കേട്ടു എന്ന് തലകുലുക്കേണ്ട താമസം ഒതുവിന് വെള്ളം കൊണ്ടുവരാൻ പറയുകയാണ്. രക്തം വാർന്നൊലിക്കുകയാണ്. ആ സമയത്തും ഒരു തുണി കൊണ്ട് കെട്ടിക്കൊണ്ട് ബഹുമാനപ്പെട്ടവർ നമസ്കരിക്കുകയാണ്. ഞാൻ എന്റെ കൈയെന്ന് വയറ്റിലേക്ക് ചേർത്ത് വെച്ച് നോക്കി. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പൊന്നുമോൻ പറയുകയാണ്, എന്റെ വാപ്പയുടെ പൊക്കിളിന്റെ താഴ്ഭാഗത്തുള്ള കുത്തിൻ്റെതാകുന്ന ഭാഗത്തേക്ക് എന്റെ കൈ വല്ലാതെ ഉള്ളിലേക്ക് പോകുന്നതായിട്ട് തോന്നി. എന്റെ ഹൃദയം വല്ലാതെ നൊമ്പരപ്പെടുത്തു. എന്തിനാണ് എന്റെ വാപ്പ ഇത്രത്തോളം ശ്രദ്ധ ചെലുത്തുന്നത്? ഉടനെ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ബാങ്ക് വിളി കേൾക്കുമ്പോ അതിന് ഉത്തരം കൊടുക്കാത്തവൻ മുഅ്മിനല്ല. മുഅ്മിനായ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ നമസ്കാരം ഉപേക്ഷിക്കുകയേ ഇല്ല. പരിശുദ്ധമായ റമദാൻ കഴിഞ്ഞതിന് ശേഷം പെരുന്നാളിന്റെ സുദിനത്തിൽ പോലും നമസ്കരിക്കാത്ത മുസ്ലിമീങ്ങളില്ലേ? തിയേറ്ററിലേക്ക് കുടുംബവുമായി ഓടിപ്പോയവരില്ലേ? മൂന്നാറിലും എന്ന് വേണ്ട പുതിയതാകുന്ന മേച്ചിൽപ്പുറങ്ങളും ബീച്ച് റോഡുകളും നിരത്തുകളിലും പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന മഗ്രിബ് നമസ്കാരത്തെയും ഇശാ നമസ്കാരത്തെയും ഹനിച്ചു കളഞ്ഞ മുസ്ലിമീങ്ങളില്ലേ? തിയേറ്ററിൽ കൊണ്ടുപോയി കടന്ന് വിളിച്ചവരില്ലേ? മോശപ്പെട്ട ബ്ലൂ ഫിലിമുകൾ കണ്ടുകൊണ്ട് വീടിന്റെ അകത്തലങ്ങൾ കണ്ണു മഞ്ഞളിച്ചിരിക്കുന്ന എത്രയോ ചെറുപ്പക്കാരുണ്ട്, യുവതികളുണ്ട്. കാമുകന്മാരുമായി സൊള്ളിത്തീർക്കുകയാണ്. ആഖിറത്തെ കുറിച്ച് ഭയപ്പെട്ടതാകുന്ന സ്വഹാബത്തിന്റെ ജീവിതചര്യ പ്രിയപ്പെട്ട മുസ്ലിമേ മുസ്ലിമത്തെ പഠിക്കണേ. എന്തിനാണ് മുട്ടിച്ചിറ ശ്രോതാക്കൾ പരിസരത്ത് നമ്മൾ വന്നിരിക്കുന്നത്? അവരൊരു സാരക്കാരല്ല. അവർ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി നിലകൊണ്ട വ്യക്തിത്വങ്ങളാണ്. അവർ ദീനിന്റെ സംസ്ഥാപനത്തിന് വേണ്ടി നിലകൊണ്ടവരാണ്. സ്വന്തം ശരീരത്തെ വരെ സമർപ്പിക്കാൻ തയ്യാറവരാണ്. ബദറിന്റെ രണാങ്കണത്തിലേക്ക് 313ഓളം വരുന്ന സ്വഹാബത്ത് ഇറങ്ങി തിരിച്ചതും സ്വന്തം ശരീരത്തെ പോലും സമർപ്പിക്കാൻ തയ്യാറായിട്ടാണ്. നമുക്കിന്ന് ആ
സമർപ്പണം വേണ്ട. ഇന്ന് 5 വഖത്ത് നമസ്കാരം അവർ നമ്മുടെ കൈവെള്ളയിലേക്ക് വെച്ച് നിന്ന് നമസ്കാരം അത് നമ്മുടെ ജീവിതത്തിൽ ഒന്ന് കൊണ്ടുവന്നാൽ മതി. ബദരീങ്ങൾ നമുക്ക് കൈമാറെത്തുന്നതായ ദീനിയായ ചിട്ടവട്ടം എന്തേ മുസ്ലിമേ നമുക്ക് മറന്നു പോകുന്നത്?